ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യമില്ല. സുപ്രീം കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 2020 ഡൽഹി ഭീകരാക്രമണ കേസിലാണ് വിധി. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, നമുക്കറിയാം 5 വർഷമായി നടക്കുന്ന കേസാണ്. 2020 ഡൽഹി ഭീകരാക്രമണ കേസിൽ ഇപ്പോൾ നിർണായകമായൊരു വിധി വരുന്നു. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. സുപ്രീം കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വിവരങ്ങൾ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഷർജിൽ ഇമാമിനും അതുപോലെ തന്നെ ഉമർ ഖാലിദിനും ജാമ്യം നൽകാൻ സാധിക്കില്ല. കാരണം ജാമ്യം നൽകണമെങ്കിൽ ജാമ്യം നൽകാതിരിക്കുക, അവർ ജയിലിൽ കഴിയേണ്ടതിൻ്റെ അനിവാര്യതയാണ്. അവർക്കെതിരായ ഗൂഢാലോചനയിലുള്ള കൃത്യമായ തെളിവുകൾ രംഗത്ത് വരുന്നത് എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും ജയിലിൽ തന്നെ തുടരേണ്ടി വരും. 2020 ഡൽഹി കലാപ കേസിൽ കൃത്യമായ ആസൂത്രണം ഉമർ ഖാലിദും അതുപോലെ തന്നെ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും മറ്റ് 4 പേരും ചേർന്ന് നടത്തി എന്നുള്ളതാണ് ഇന്ന് കേസ് വന്നത്. ഡൽഹി ഹൈക്കോടതിയും നേരത്തെ തന്നെ ഈ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇവർക്ക് ജാമ്യം നൽകാൻ സാധിക്കില്ല. UAPA ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അതീവ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ് ഇവരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുറ്റാരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തെളിവുകളെല്ലാം അവർക്കെതിരായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു വസ്തുതകളും, അതായത് തെളിവുകൾക്ക് സമാനമായ മറ്റു വസ്തുതകളും ഇവർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നശിപ്പിക്കുന്നതിനുള്ള നീക്കമുണ്ടാകാം, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ കൂടി പോലീസിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ളവരുടെയും വാദത്തിൽ കൃത്യമായി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഷർജിൽ ഇമാമിനും അതുപോലെ തന്നെ ഉമർ ഖാലിദിനും ജാമ്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ ഡൽഹി ഹൈക്കോടതിയുടെ വിധി ശരിവച്ചിരിക്കുകയായിരുന്നു. കൃത്യമായ തെളിവുകളുണ്ട് എന്ന കൃത്യമായ വ്യാഖ്യാനത്തോടെ ഡൽഹി ഹൈക്കോടതിയുടെ ഈ ജാമ്യാപേക്ഷ തള്ളിയ വിധി ശരിവച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് 2020 ഡൽഹി കലാപ കേസിലെ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്, പലയിടങ്ങളിലും കല്ലെറിയുന്നതിനൊക്കെ കൃത്യമായ ചില പോയിന്റുകൾ കണ്ടെത്താൻ സാധിച്ചു. അത്തരത്തിലുള്ള പോയിന്റുകളിൽ നിന്ന് ഇവർ ആക്രമണം നടത്താനുള്ള നീക്കം നടത്തിയപ്പോൾ ആ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കാനും ആ ഒളിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് പോലീസിന് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായ ആസൂത്രണത്തോടെ ഈ കലാപം നടത്തുന്നതിനെ കല്ലെറിയുകയും അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തു. തീർത്തും അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ തീവ്രവാദത്തിൻ്റെ ആ ഒരു നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് നേരത്തെ കണ്ടെത്തിയത് തന്നെയാണ് ഡൽഹി ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. സമാനമായൊരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെളിവുകളെല്ലാം ഈ പ്രതികൾക്കെതിരായതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടെ കലാപ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. പക്ഷേ ആ വാദം തള്ളിക്കൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കോടതി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഡൽഹി പോലീസ് മനഃപൂർവ്വം പ്രതി ചേർക്കുകയായിരുന്നുവെന്നും 5 വർഷത്തിലധികമായി റിമാൻഡിലാണെന്നും വിചാരണ നേരിടുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നും ഒക്കെയായിരുന്നു പ്രതികളുടെ വാദം. പക്ഷേ ആ ഒരു വാദങ്ങളെ എല്ലാം തള്ളിക്കൊണ്ട് ഈ വിഘടനവാദികൾക്ക് കൃത്യമായി പങ്കുണ്ടെന്ന് കോടതി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണല്ലേ? തീർച്ചയായും ജാമ്യം ലഭിക്കണമെന്നൊരാവശ്യം പ്രധാനപ്പെട്ട ഒരു ഘടകം, ജാമ്യം ലഭ്യമാക്കണം അല്ലെങ്കിൽ ജാമ്യം നൽകണമെന്ന ആവശ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തന്നെയായിരുന്നത് 5 വർഷമായി ജയിലിൽ കഴിയുന്നു എന്ന നിലപാടാണ്. പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വാദമുഖം പോലീസിന് ഉയർത്താൻ സാധിച്ചു. അന്വേഷണ ഏജൻസി സംവിധാനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഉയർത്താനും മുന്നോട്ട് വയ്ക്കാനും സാധിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഈ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുപ്രീം കോടതിയുടെ ഈ നിലപാട്, വളരെ കൃത്യമായ ഈ നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഈ സുപ്രീം കോടതി നിലപാട് എന്ന് പറയുന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതിയും ഈ കേസിൽ, ഡൽഹി കലാപ കേസിൽ ഡൽഹി ഹൈക്കോടതിയും ഈ പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഷർജിൽ ഇമാമും അതുപോലെ തന്നെ ഉമർ ഖാലിദും ചേർന്ന് വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തി ഇത്തരത്തിൽ ആക്രമണം നടന്ന പ്രദേശത്തേക്ക് പോലീസിന് എത്തിപ്പെടാൻ സാധ്യത ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി. അത് തന്നെ ഒരു കലാപാസൂത്രണമാണ്. നമുക്കറിയാവുന്നതാണ്, ഏതെങ്കിലും ഇടത്ത് വെച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ പോലീസിനെ തിരിച്ച് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ പോലീസിനെ അത് തടയാനുള്ളൊരു സാഹചര്യം, അത്തരത്തിലുള്ള സാഹചര്യം കൃത്യമായി ഇല്ലാത്ത പ്രദേശങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അവിടെ നിന്ന് ആക്രമണം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു ഭീകര ആക്രമണത്തിൻ്റെ സ്വഭാവമുള്ള, ഭീകരാക്രമണം എന്ന് ആ ഒരു നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സ്വഭാവമുള്ള സംഭവങ്ങളാണ്. മാത്രമല്ല അത് UAPA ഉൾപ്പെടെയുള്ള, അതായത് ഈ ഭീകരവിരുദ്ധ നിയമങ്ങൾ ഉൾപ്പെടെ ചുമത്തുന്ന ഒരു കേസ് കൂടിയായതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ സംവിധാനങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ് പല രീതിയിലും ഈ ഭീകരരുടെ നടപടികളുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണഗതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ്
കുറ്റമാണെങ്കിൽ ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിൽ തെളിവ് നശിപ്പിക്കുന്നതിന് ഈ കേസിനെ പ്രതിയായവരെ നേരിട്ടുള്ളൊരു ഇടപെടൽ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകാം. പക്ഷേ റാഡിക്കലൈസേഷൻ പോലുള്ള സംവിധാനങ്ങൾ നടത്തി പല രീതിയിലുള്ള മനംമാറ്റങ്ങൾ നടത്തി മറ്റു ചിലരെ ഇത്തരത്തിലുള്ള ഭീകരതയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യത കൂടി തുറക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അസമാധാനം നിറഞ്ഞൊരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു സ്വഭാവം ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതുകൊണ്ട് തന്നെയാണ് ഭീകരരുടെ ജാമ്യാപേക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ കർശനമായ നിലപാടുകൾ കോടതികൾ സ്വീകരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇത്തരത്തിൽ നേരത്തെ ആക്രമണം നടത്തുന്നതിനുള്ള ഗൂഢാലോചന നടത്തി അതിന് സ്ഥലങ്ങൾ കണ്ടെത്തി അത്തരത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ തെളിവുകൾ അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുന്നു. ഈ അന്വേഷണ സംഘം ഹാജരാക്കിയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇവർക്കെതിരെ ഈ കുറ്റകൃത്യം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാനാവില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതിയും കണ്ടെത്തിയത്. സമാനമായൊരു കണ്ടെത്തലിലേക്ക് സുപ്രീം കോടതിയും എത്തിയിരിക്കുന്നു. ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. യെസ്, അത് തന്നെയാണ്. രാജ്യവ്യാപകമായി സായുധ വിപ്ലവത്തിന് പ്രതികൾ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. ആ ഒരു വാദം ശരിവെച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ജയിലിൽ തുടരും, 5 വർഷമായി ജയിലിൽ തുടരുന്നവരാണ്. 5 വർഷമായി ജയിലിൽ തുടരുന്നതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം. പക്ഷേ അങ്ങനെയല്ല. വെറും ഒരു ആക്രമണമല്ല നടന്നത്. രാജ്യവ്യാപകമായി സായുധമായ ഒരു വിപ്ലവത്തിന് തന്നെ ഈ പ്രതികൾ ശ്രമിച്ചിരുന്നു എന്ന പോലീസ് വാദത്തെ അംഗീകരിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അല്ലേ ഈസൺ? തീർച്ചയായും ഇത്തരത്തിലുള്ള പോലീസിൻ്റെ നിഗമനങ്ങളെല്ലാം തന്നെ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരാക്രമണ കേസുകളിൽ പ്രതിയായവരെ വെറുതെ വിടുകയോ അല്ലെങ്കിൽ അവരെ വീണ്ടും സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയോ ചെയ്യുമ്പോൾ അവർ വീണ്ടും ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഭീഷണി തന്നെയാണ് ഭീകരവാദ കേസുകളിൽ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി അല്ലെങ്കിൽ ശക്തമായൊരു പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമായി തുടരുന്നൊരവസ്ഥ ഉണ്ടാവുക. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കടുത്ത നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായും UAPA പോലുള്ള കേസുകളിൽ ഇത്തരത്തിൽ സുദീർഘമായ കാലാവധി ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ ജാമ്യത്തിൽ വിടുന്ന ഒരു രീതി സാധാരണ കേസുകളിൽ, അതായത് സ്വാഭാവികമായ ക്രിമിനൽ കേസുകളിൽ ക്രിമിനൽ കുറ്റകൃത്യം മാത്രം ഉണ്ടാകുന്ന അതിൽ ഗൂഢാലോചനയുണ്ടാകാം, പല വിഷയങ്ങളുണ്ടാകാം. പക്ഷേ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് 2 or 3 കക്ഷികൾ മാത്രമാകുന്ന ഒരു സാഹചര്യവും അതിനപ്പുറം അവർക്കൊരു രാജ്യദ്രോഹപരമായ ലക്ഷ്യമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ രാജ്യദ്രോഹം ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടത്തുക, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ആളിക്കത്തിക്കാനുള്ള നീക്കം നടത്തുക, നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ രാജ്യം ആകമാനം ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് ഒരു പ്രൊവോക്കേഷൻ നടത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നീ സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്ന നീക്കമാണ് ഇവർ നടത്തുക എങ്കിൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അക്കാര്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ, അതായത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ടാകും, അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കുക, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയ ഒരാൾ ഇപ്പോൾ ജയിലിന് പുറത്തു വന്നാൽ ചെയ്യാവുന്ന എല്ലാ സാഹചര്യങ്ങളും അതുപോലെ നിലനിൽക്കുകയും രാജ്യമാകെ കലാപം സൃഷ്ടിക്കുന്നതിനും ആ കലാപം സൃഷ്ടിക്കുന്നത് വഴി രാജ്യത്ത് അൺറസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയൊരു സംഘർഷം സൃഷ്ടിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുകയും അത്തരം ആസൂത്രണം നടത്തുകയും ചെയ്യും ഇവർ പുറത്തു വന്നാൽ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്, അതിന്റെ തെളിവുകൾ കൂടി ലഭ്യമായ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നീക്കം. മാത്രമല്ല അതിനെ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണമുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെയുള്ള യുദ്ധമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പ്രതികൾ കൃത്യമായ കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഐസൺ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായ കുറ്റകൃത്യം തന്നെയായിരിക്കും. അതായത് രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ, അതായത് ഭരണഘടനാപരമായ സംവിധാനങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ സംവിധാനങ്ങളാണ് സൈന്യവും അതുപോലെ തന്നെ ഭരണകൂടവും കോടതികളെല്ലാം തന്നെ. അതുപോലെ തന്നെ മറ്റു ലക്ഷ്യങ്ങളും മറ്റ് കൃത്യമായ ഒരു രാജ്യത്തിൻ്റെ സങ്കല്പങ്ങളും രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും അതിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു രാജ്യവും എല്ലാം ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന വസ്തുതകളും ചേർന്ന് അല്ലെങ്കിൽ സംഭവവികാസങ്ങളും ചേർന്നാണ് ഒരു രാഷ്ട്രം എന്ന ഒരു സങ്കല്പം നിലനിൽക്കുന്നത്. അതിനെതിരായ ഒരു നീക്കം തന്നെയാണ് ഭീകരത എന്ന് പറയുന്നത്. സ്വാഭാവികമായും വലിയൊരു ഭീകരതയ്ക്കുള്ള ആസൂത്രണം തന്നെ നടത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഭീകരാക്രമണത്തിനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന നിരീക്ഷണം സ്വാഭാവികമായും ഭീകരതയ്ക്കുള്ള നീക്കം അല്ലെങ്കിൽ ഭീകരത നിലനിർത്തുന്നതിനൊരു നീക്കം നടത്തുന്നു. സ്വാഭാവികമായും അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്ന സാഹചര്യമുണ്ടാകും. അത്തരത്തിൽ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെയും രാജ്യത്തിൻ്റെ വ്യവസ്ഥയെയും രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണപരമായ സംവിധാനങ്ങളെയും എതിർക്കുകയും അത് തകർക്കുകയും തങ്ങളുടേതായ ലക്ഷ്യത്തോടെ മറ്റ് ചില രാഷ്ട്രസങ്കല്പങ്ങൾ നടപ്പാക്കുക അല്ലെങ്കിൽ മതസങ്കല്പങ്ങൾ നടപ്പാക്കുക, മതലക്ഷ്യങ്ങൾ നടപ്പാക്കുക എന്ന രീതിയിലുള്ള നീക്കമാണ് ഈ ഭീകരത എന്ന പ്രവർത്തനത്തിലൂടെ, അത് വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു ആസൂത്രണം നടത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പരമാധികാരത്തെ പോലും തൊടുന്ന ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ പോലും തൊടുന്ന ഭരണഘടനാ വിഷയത്തിൽ പോലും ഒരു ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു സാഹചര്യം പോലും ഇതിലുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു പ്രശ്നം പോലും ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്ന ഒരു
യാഥാർത്ഥ്യം കൂടി കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയും കണ്ടെത്തിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നതുമാണ് നിലവിലെ സുപ്രീം കോടതി വിധി. യെസ്, ഡൽഹി കലാപക്കേസിൽ സുപ്രധാനമായൊരു വിധി ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ തള്ളി. സുപ്രീം കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. രാജ്യത്തിന്റെ പരമാധികാര നേരെയുള്ള യുദ്ധമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. 2020 ഡൽഹി ഭീകരാക്രമണ കേസിലാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഗൂഢാലോചനയിൽ പ്രതിയായിരുന്നു ഉമർ ഖാലിദ്. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുവെന്നും കോടതി പറയുന്നു. വിവരം നൽകുകയായിരുന്നു ഐസൻ ജോസ്.